ഓക്കെ, നമ്മളിനി നോക്കുന്നത് 3PL, തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിനും ട്രാൻസ്പോർട്ടേഷനും വെയർ ഹൗസ് ഒക്കെ നോക്കി. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് 3PL. നമുക്ക് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ് 3PL ലോജിസ്റ്റിക്സ്. മനസ്സിലായില്ലേ? തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ പറയുന്നത്. ഇവിടെ നോക്കിയോ, എന്താണ് 3PL എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ലോജിസ്റ്റിക്സ് എന്താണെന്ന് അറിയാം. എന്താ ലോജിസ്റ്റിക്സ്? ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം ഫാക്ടറി ടു എൻഡ് കസ്റ്റമർ. ഗുഡ്സ് ഫാക്ടറിയിൽ നിന്നും എൻഡ് കസ്റ്റമറിലോട്ട് പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെ? എന്താണ് ലോജിസ്റ്റിക്സ്? ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം ഫാക്ടറി ടു എൻഡ് കസ്റ്റമർ, അല്ലെ? ഫ്രം ഫാക്ടറി ടു എൻഡ് കസ്റ്റമർ. ഗുഡ്സ് ഫാക്ടറിയിൽ നിന്നും എൻഡ് കസ്റ്റമറിലോട്ട് പോകുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫാക്ടറി. അപ്പൊ ഇവിടെ എത്ര എത്ര പാർട്ടീസ് ഉള്ളത്? രണ്ട് പാർട്ടീസ് ആണ്. ഒന്ന് ഫാക്ടറി ഉണ്ട്, ഒന്ന് കസ്റ്റമറും ഉണ്ട്. ശരിയല്ലേ? ഒന്ന് ഫാക്ടറി ഉണ്ട്, ഒന്ന് കസ്റ്റമർ. അപ്പൊ അവിടെ രണ്ട് പാർട്ടീസ് ആണ് ഉള്ളത്. ഇവിടെ 1PL എന്ന് പറയുന്നത് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു സാധനം വാങ്ങുന്നു. ഇവിടെ ഫാക്ടറി പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം, ഞാൻ അവിടെ ചെന്ന് സാധനം വാങ്ങുന്നു, അത് 1PL ആണ്. 2PL എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ആ ഫാക്ടറിയും എൻഡ് കസ്റ്റമറിന് ഇടയിൽ എന്ത് ചെയ്യുന്നു? ഒരു ട്രാൻസ്പോർട്ടേഷൻ കൂടി വരുന്നു, അതാണ് 2PL. 3PL എന്ന് പറഞ്ഞാല് പ്രൊഡ്യൂസറിനും കൺസ്യൂമറിനും ഇടയ്ക്ക് ആരൊക്കെ വരുന്നോ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? 3PL എന്ന് പറയാം. മെയിൻ ആയിട്ടും പാക്കേജിങ്, വെയർ ഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ഇത് ചേർന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? 3PL എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് ഫാക്ടറി, ഇത് എൻഡ് കസ്റ്റമർ, അല്ലെ? ഇത് ഫാക്ടറി, ഇത് എൻഡ് കസ്റ്റമർ. അപ്പൊ ഇവിടെ രണ്ടുപേരേ ഉള്ളൂ, ഒന്ന് ഫാക്ടറിയും ഒന്ന് എൻഡ് കസ്റ്റമറും. ഇതിനിടയിൽ മൂന്നാമതൊരാൾ വന്നാൽ അതിനെ നമുക്ക് എന്ത് പറയാം? 3PL എന്ന് പറയാം. അതായത് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയാം. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, സിമ്പിൾ അല്ലേ? തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്. അതിൽ നാലാമതൊരാൾ വന്നാൽ 4PL എന്ന് പറയും, അഞ്ചാമതൊരാൾ വന്നാൽ 5PL എന്ന് പറയും. ശരിക്കും ഇതൊരു പഴയ നോട്ടാണ്. 4PL എന്ന് പറഞ്ഞാല് 5PL ഇല്ല. 4PL എന്ന് പറഞ്ഞാല് നമുക്ക് 3PL കഴിഞ്ഞ് വേറെ എന്തെല്ലാം വരുന്നുവോ അതെല്ലാം 4PL തന്നെയാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നോക്കിക്കോ, ഇപ്പൊ 3PL ലോജിസ്റ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്. എന്താണ് 3PL? അവിടെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്. നോക്കിക്കേ, തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്താ പറയുന്നത്? തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ 3PL പ്രൊവൈഡേഴ്സ് ഓഫർ ലോജിസ്റ്റിക് സർവീസ് ടു കമ്പനീസ്. കമ്പനീസിന് ലോജിസ്റ്റിക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 3PL എന്ന് പറയുന്നത്. അതായത് ഞാനൊരു പ്രൊഡ്യൂസറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാശ് മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ. എനിക്ക് എന്ത് ചെയ്യാനുള്ള കാശില്ല. ബിസിനസ് നടത്താനുള്ള ക്യാഷ് എൻ്റെ അല്ല, പ്രൊഡക്ഷൻ നടത്താനുള്ള ക്യാഷ് എൻ്റെ ഉണ്ട്. ട്രാൻസ്പോർട്ടേഷന്റെ ക്യാഷ് എൻ്റെ ഇല്ല. ഞാൻ ട്രിവാൻഡ്രത്താണ്. ഞാൻ ഇവിടെ നിന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി. എനിക്ക് കോഴിക്കോട് വരെ ആ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കോഴിക്കോട് വരെ ആ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. എനിക്ക് അതിനുള്ള വണ്ടി ഇല്ല. അപ്പൊ ഞാൻ അങ്ങനെ വണ്ടിയുള്ള തേർഡ് പാർട്ടിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മൂന്നൊരാളെ ഡിപ്പെൻഡ് ചെയ്താൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതാണ് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലോജിസ്റ്റിക് സർവീസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്താൽ നമുക്കതിനെ എന്ത് പറയാം? തേർഡ് പാർട്ടി എന്ന് നമുക്ക് പറയാം, ഇല്ലേ? തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിൽ എന്തൊക്കെ വരും? ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ വരും. ശരിയല്ലേ? അതാണ് ഞാൻ ഇപ്പൊ വണ്ടിയുടെ കാര്യം പറഞ്ഞത്. രണ്ട്, വെയർ ഹൗസിംഗ് വരും. എന്താണ് വെയർ ഹൗസിംഗ്? സാധനങ്ങൾ വയ്ക്കാൻ, അല്ലെ? സാധനങ്ങൾ വയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഏത്? വെയർ ഹൗസിംഗ്. പിന്നെ എന്താണ്? ഫ്രൈറ്റ് ഫോർവേഡിങ്. എന്താണ് ഫ്രൈറ്റ് ഫോർവേഡിങ് എന്ന് പറഞ്ഞാല്? ഫ്രൈറ്റ് ഫോർവേഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊന്നുമല്ല, നമ്മുടെ ഗുഡ്സ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെ വേണോ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രൈറ്റ് ഫോർവേഡിങ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള സർവീസുകൾ രണ്ട് പാർട്ടിയുടെ ഇടയിൽ വരുന്നതിനെ നമുക്ക് എന്ത് പറയാം? തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയാം. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത് പറയുന്നത് ഇതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്? ഒന്ന്, ഔട്ട്സോഴ്സ്ഡ് ലോജിസ്റ്റിക് സർവീസ്. ലോജിസ്റ്റിക് സർവീസുകൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ശരിയല്ലേ? ഇപ്പൊ നമുക്ക് ടെക്നോ പാർക്ക് ഉണ്ട് ട്രിവാൻഡ്രത്ത്, അല്ലെ? എറണാകുളത്തും കാണും. അപ്പൊ ഈ എന്താ ടെക്നോ പാർക്ക്? അമേരിക്കൻ കമ്പനീസിന്റെ വർക്ക്, ബാക്ക് ഓഫീസ് ജോലിയാണ് നമ്മളിവിടെ ടെക്നോ പാർക്കിൽ ചെയ്യുന്നത്. ആണോ? അല്ലേ? ആണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? അവർക്കും കൺസ്യൂമറിനും ഇടയ്ക്ക് ടെക്നോ പാർക്ക് കൂടി വരുന്നു. ഈ ജോലി ചെയ്യാൻ മൂന്നാമതൊരാളും കൂടി വരുന്നില്ലേ? തീർച്ചയായിട്ടും വരുന്നുണ്ട്. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, ഔട്ട്സോഴ്സിംഗ് ആണ് അത്, അല്ലെ? നമ്മൾ വർക്ക് വെളിയിൽ കൊടുത്ത് ചെയ്യും.
ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു ബിസിനസ് നടത്തുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു പ്രോഡക്റ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തെന്ന് വിചാരിക്കുക. ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. അപ്പൊ ഒരു നല്ല അഡ്വർടൈസ്മെന്റ് നമുക്ക് എങ്ങനെ കൊടുക്കാം? അതിന് എന്ത് വേണം? നല്ല അഡ്വർടൈസ്മെന്റ് എങ്ങനെ കൊടുക്കാം? നമുക്കതിന് കൃത്യമായിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജി ഒക്കെ വേണ്ടേ? അപ്പൊ നമ്മളത് ചെയ്ത് ശരിയാവോ? നമ്മളത് ഔട്ട്സോഴ്സ് ചെയ്ത് മൂന്നാമതൊരാൾക്ക് കൊടുക്കുന്നു. സ്പെഷ്യലൈസേഷൻ വേണം. നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്താൽ അത് എത്ര പേര് കണ്ടുകൊണ്ടിരിക്കും? അതൊരു അട്രാക്ഷൻ അഡ്വർടൈസ്മെന്റ് ഉണ്ടാവോ? ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഒരു സ്പെഷ്യലൈസ് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഇതിനു വേണ്ടി നിയമിക്കണം. സ്കാലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇല്ലേ? എന്താണ്? അയവുള്ളതായിരിക്കണം എപ്പോഴും. 3PL നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. സ്റ്റേബിൾ ആയിരിക്കണം. കോസ്റ്റ് സേവിങ് അല്ലെ? നമ്മൾ 3PL ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് പറ്റും. എടാ, എനിക്ക് പ്രോഡക്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ പോരെ? ഞാൻ എന്ത് ചെയ്യാം? മൂവ്മെന്റിന് വേറൊരാളെ നോക്കാം, ഇല്ലേ? കൊണ്ട് കൊടുക്കുന്നതിന് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എനിക്ക് വേറൊരാളെ നോക്കാം. എനിക്ക് സ്വന്തമായിട്ട് വെയർ ഹൗസ് ഇടേണ്ട കാര്യമില്ല. ഞാൻ വേറെ ഏതെങ്കിലും വെയർ ഹൗസിൽ കൊണ്ട് സാധനങ്ങൾ വയ്ക്കുന്നു. അപ്പൊ ഇതെല്ലാം ഇവിടെ പറയുന്നത് എന്താണ്? എന്താണ് ഇവിടെ പറയുന്നത്? മറ്റൊന്നുമല്ല, കോസ്റ്റ് സേവിംഗ് ആണ്. എന്നെ പോലെ പുതിയൊരു പ്രൊഡ്യൂസർക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന വെയർ ഹൗസ് തുടങ്ങാനോ ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങാനോ നമുക്ക് കാശൊന്നും കാണത്തില്ല. അപ്പൊ നമുക്ക് അവിടെ എന്താണ്? നമുക്കവിടെ തീർച്ചയായിട്ടും 3PL ലോജിസ്റ്റിക്സിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. ഞാൻ പറയണ 3PL ലോജിസ്റ്റിക്സ് ഓഫർ ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ്? ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ്, വേറെ സ്റ്റോറേജ് അല്ലെ? ട്രാൻസ്പോർട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈസ്റ്റേൺ കറി പൗഡറിന്റെ വണ്ടി നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഈസ്റ്റേൺ കറി പൗഡറിന്റെ വണ്ടിയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാത്ത ഒരുപാട് കമ്പനികളില്ലേ? ഒരുപാട് കമ്പനികളുണ്ട്. എത്രയോ കറി പൗഡർ ഉണ്ട്. നമ്മൾ അവരുടെ എല്ലാവരും വണ്ടി കാണുന്നില്ലല്ലോ. അവരെന്ത് ചെയ്യുന്നു? 3PL ഡിപ്പെൻഡ് ചെയ്യുന്നു, തേർഡ് പാർട്ടിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. വെയർ ഹൗസ്, പോർട്ടിനടുത്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തിന് പോർട്ടിനടുത്തുള്ള വെയർ ഹൗസിലാണ് സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നത്. പോർട്ടിനടുത്ത് നമുക്ക് വെയർ ഹൗസ് തുടങ്ങാൻ പറ്റുമോ? പറ്റില്ല. ഫ്രൈറ്റ് ഫോർവേഡിങ്, ഇൻവെന്ററി മാനേജ്മെന്റ്, കാരണം സ്റ്റോക്ക് ഒക്കെ മാനേജ് ചെയ്യാൻ. പിന്നെ ഓർഡർ ഫുൾഫിൽമെന്റ്, നമ്മുടെ ഓർഡർ ഫുൾഫിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഓർഡർ ക്യാൻവാസ് ചെയ്യാൻ നമ്മളൊരു തേർഡ് പാർട്ടിയോ ഏജൻസിയോ ഗ്രൂപ്പിനെ നമുക്ക് ഏൽപ്പിക്കാം. സപ്ലൈ ചെയിൻ ഒപ്റ്റിമൈസേഷൻ, കസ്റ്റംസ് ബ്രോക്കറേജ് ഒക്കെ അറിയാമല്ലോ. സപ്ലൈ ചെയിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് റോ മെറ്റീരിയൽ നമ്മൾ നമ്മുടെ ഫാക്ടറിയിലോട്ട് കൊണ്ടുവരണം, അല്ലേ? ശരിയല്ലേ? അപ്പൊ അതിനുവേണ്ടി നമുക്കും ഇറങ്ങാം. നമുക്ക് നമ്മുടെ അടിയിൽ നമ്മുടെ അണ്ടറിൽ കുറെ ഗ്രൂപ്പുകളെ ഏജൻസികളെയൊക്കെ എന്ത് ചെയ്യാം? ഡിപ്പെൻഡ് ചെയ്യാം. പിന്നെ കസ്റ്റംസ് ബ്രോക്കറേജ് അറിയാമല്ലോ. ഒരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ കസ്റ്റംസിന്റെ അനുവാദം വേണം. അപ്പൊ ആ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണോ ഇല്ലയെന്ന് ചെന്ന് നോക്കേണ്ടത് കസ്റ്റംസ് ബ്രോക്കേഴ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ കസ്റ്റം ബ്രോക്കർ ആവും. നിങ്ങൾക്ക് ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ കസ്റ്റം ബ്രോക്കർ എക്സാമിനേഷൻ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതാം. അപ്പൊ അതും തേർഡ് പാർട്ടിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെയാണ് സർവീസുകൾ. ഇതിന്റെ ബെനിഫിറ്റ് എന്താ? നമ്മൾ എന്തിനാ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന് റെഡ്യൂസ്ഡ് ലോജിസ്റ്റിക്സ് കോസ്റ്റ്. ലോജിസ്റ്റിക്സിന്റെ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് പറ്റും. രണ്ട്, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി കൂട്ടാനായിട്ട് പറ്റും. പിന്നെ അടുത്തെന്താ പറയുന്നത്? ഇംപ്രൂവ്ഡ് കസ്റ്റമർ സർവീസ്, അല്ലെ? കസ്റ്റമറിന്റെ സർവീസ് കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോജിസ്റ്റിക്സ് സഹായിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ലോജിസ്റ്റിക്സിന്റെ കോസ്റ്റ് കുറയ്ക്കുക, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ പ്രൊഡ്യൂസർ അല്ലേ, ഞാൻ പ്രോഡക്റ്റ് ഉണ്ടാക്കി ഞാൻ കൊണ്ട് ഇത് വിൽക്കാൻ നടന്നാൽ എനിക്കറിഞ്ഞൂടാ ഈ പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന സ്ഥലം ഏതെന്ന്. പക്ഷെ ഒരു ഹോൾസെയിലറിന് അറിയാം. അയാൾ വണ്ടി ചുമ്മായിട്ട് ഓട്ടിക്കോ? ഇല്ല, അയാൾക്കറിയാം ഈ പ്രോഡക്റ്റ് എവിടെ വിറ്റ് പോകുന്നു. അതാണ് പറയുന്നത് എന്ത്? എഫിഷ്യൻസി. പിന്നെ കസ്റ്റമറിന്റെ സർവീസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക, സ്കാലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്ത് പറയുന്നത് എന്താണ്? ആക്സസ് സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ടൈസ്, നമുക്ക് സ്പെഷ്യലൈസേഷൻ കിട്ടും. പിന്നെ സപ്ലൈ ചെയിനിന്റെ വിസിബിലിറ്റി, നമുക്ക് എന്ത് നമ്മുടെ പ്രോഡക്റ്റിന് എന്ത് വരത്തില്ല? ഷോർട്ടേജ് വരത്തില്ല. എഫക്റ്റീവ് സപ്ലൈ ചെയിൻ ആയിരിക്കും നമ്മുടെ ഓർഗനൈസേഷൻ. നോക്കിയോ, അടുത്ത പറയുന്നത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഇത് ഈ പറയുന്ന നമുക്ക് 3PL ഉള്ളത് കൊണ്ട് നമുക്കുള്ള മറ്റുള്ള ഗുണങ്ങൾ, നമുക്ക് ഏതൊക്കെ മേഖലകളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും? ഒന്ന്, ഓൺ ടൈം ഡെലിവറി. നമുക്ക് എന്ത് ചെയ്യും? കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യാൻ പറ്റും. ഇൻവെന്ററിയുടെ ആക്യുറസി നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. പ്രോഡക്റ്റിന്റെ ആക്യുറസി നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓർഡർ ഫുൾഫിൽമെന്റ് റേറ്റ് ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. വെയർ ഹൗസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനൊക്കെ പറ്റും. ഇനി ഇതിന് കുറച്ച് ചലഞ്ചസ് ഉണ്ട്. നമുക്ക് 3PL അങ്ങ് എടുത്ത് അപ്ലൈ ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല എല്ലാ ബിസിനസ്സിലും. കാരണം എന്താണ്? ഒന്ന്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് വിസിബിലിറ്റി. കാരണം നമ്മളെ പ്രോഡക്റ്റ് നമ്മൾ കൊണ്ട് നടന്ന് വിൽക്കുമ്പോൾ ഒരു ഹോൾസെയിലർ വിൽക്കണമെന്ന് നിർബന്ധമില്ല. അയാൾക്ക് എന്ത് ചെയ്യും? അയാളുടെ പ്രോഡക്റ്റ് ഒരുപാട് പ്രോഡക്റ്റ് കാണും. അയാൾക്ക് ഏറ്റവും കൂടുതൽ മാർജിൻ കിട്ടുന്ന ഏത് പ്രോഡക്റ്റ് ആണ് അതിന്റെ കൂടെ ആയിരിക്കും കമ്മിറ്റ്മെന്റ്. അയാൾ നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ടുപോകുമായിരിക്കും. ഇപ്പൊ അയാൾ കണ്ടെയ്നർ ഓടിച്ചുകൊണ്ട് പോകുന്നു. കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. പിന്നെ അടുത്ത് അവിടെ എന്താ പറഞ്ഞത്? സർവീസ് ലെവൽ എഗ്രിമെന്റ്സ്. എന്താ സർവീസ് ലെവൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാല്? തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഞാനിപ്പം വണ്ടി എന്ത് ചെയ്യും? സാധനങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള ഒരു സർവീസ് ഞാൻ
3PL, അതായത് വണ്ടി, വെഹിക്കിൾ, ട്രാൻസ്പോർട്ടേഷനാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പൊ അവരും നമ്മൾ തമ്മിലൊക്കെ ഒരു എന്താണ് എഗ്രിമെന്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും കീപ്പ് ചെയ്യണം. ആ എഗ്രിമെന്റിൽ ഒരു ബുദ്ധിമുട്ടും വരാതെയൊക്കെ നമ്മൾ നോക്കണം. കോസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ ചിലപ്പോൾ മേ ബി കോസ്റ്റും കൂടാം. റിസ്ക് മാനേജ്മെന്റ് അത് എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹോൾസെയിൽ നിന്ന് റെഡി ക്യാഷിന് സാധനം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ റിസ്ക് ഇല്ല. പക്ഷെ നമ്മൾ അല്ലാതെ അത് വിറ്റ് പോയിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു പുതിയൊരു എമർജിംഗ് എന്റർപ്രണർ ആണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ അയാൾ ചിലപ്പോൾ 2 ദിവസം ഓടിയില്ല എന്ന് വിചാരിക്കുക, വണ്ടി അയാൾ ഒതുക്കിയിട്ടിരുന്നെന്ന് വിചാരിക്കുക, ഇവിടെ നമുക്ക് അത് നഷ്ടമാണ്. പിന്നെ ഇന്റഗ്രേഷൻ വിത്ത് എക്സിസ്റ്റിംഗ് സിസ്റ്റം. അപ്പൊ നിലവിലുള്ള സിസ്റ്റത്തിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന 3PL ഒക്കെ എടുത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ലേ? കാരണം എന്ത് ചെയ്യണമെന്നില്ല, നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും നമ്മളായിരിക്കും ഡയറക്റ്റ് ആയിട്ട് നോക്കിക്കൊണ്ട് പോകുന്നത്, അല്ലെ? അപ്പം നിലവിലുള്ള സിസ്റ്റത്തിന്റെ കൂടെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് കയറ്റാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ചലഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ 3PL ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്. നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്കിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതെന്താണ്? തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് ആണ്. ഏതെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്കിലായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇല്ല, നമ്മൾ വെയർ ഹൗസിൽ വർക്ക് ചെയ്യാൻ പോകും. വെയർ ഹൗസ് ആരാണ്? ഓണറിന്റെ സ്വന്തം വെയർ ഹൗസ് ആയിരിക്കും? അല്ല, അതും തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് ആണ്. പിന്നെ ചിലപ്പോൾ പാക്കേജിങ്, അതിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതും എന്താണ്? തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് ആണ്. മനസ്സിലായില്ലേ? പിന്നെ അഡ്വർടൈസ്മെന്റ്, അങ്ങനെ ബാക്കിയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് ആണ്. കേട്ടോ? ക്ലിയർ ആയിട്ട് ഇത് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഓക്കെ.